2002 ഈശോ എനിക്ക് നൽകിയ മറ്റൊരു സന്ദേശമാണ്, നന്മയുടെ രൂപത്തിൽ തിന്മ ഭൂമിയെ കീഴടക്കാൻ പോകുന്നു എന്നൊരു സന്ദേശം. അന്ന് എനിക്ക് ഈ സന്ദേശത്തിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ഗൗരവവും എന്താണെന്ന് ഒന്നും മനസ്സിലായില്ല. പക്ഷേ ഈ ഏതാനും വർഷങ്ങൾക്കുള്ളിലാണ് എനിക്കതിൻ്റെ വ്യാപ്തി എന്താണെന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും അഗാധമായ കഠിനമായ ഒരു തിന്മയുടെ തന്ത്രമായിരുന്നു എന്ന് മനസ്സിലാക്കി വരുന്നത് ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഈശോ അന്നേ പറഞ്ഞിരുന്നു, നന്മയുടെ രൂപത്തിൽ തിന്മ വരും എന്ന് പറയുമ്പോൾ ഞാൻ വളരെ നിസ്സാരമായിട്ട് ഇതൊക്കെ എങ്ങനെ നടക്കാൻ പോകുന്നതാണ്, അതല്ല എപ്പോഴും നന്മയാണ്. കാരണം ഈ 2002 നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നന്മ ചെയ്യുന്നവെന്ന് പറഞ്ഞാൽ അത് ഏറെക്കുറെ ഒരു 80% നന്മ തന്നെയായിരുന്നു. അതിൻ്റെ അകത്ത് ചുരുക്കം അല്ലെങ്കിൽ 20% മാത്രമേ തിന്മ നിറഞ്ഞുകൊണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് എല്ലാ മേഖലയിലും, സയൻസ് ആൻഡ് ടെക്നോളജി ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റ് ഏത് മേഖലയായിക്കോട്ടെ, എല്ലായിടത്തും ആദ്യം വരുന്നത് നന്മയുടെ രൂപത്തിലാണ്. ഭയങ്കരമായിട്ടുള്ള തേനും പാലും ഒഴുകുന്ന രീതിയിലുള്ള നന്മയുടെ ഭയങ്കര അതിപ്രസരമാണ്. പക്ഷേ പിന്നീട് വരുന്നത് അതികഠിനമായ വിഷമാണ്, അതികഠിനമായ തിന്മയാണ്. ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിന്മയുടെ കടന്നാക്രമണമാണ്. ശരിക്കും പറഞ്ഞാൽ തിന്മയുടെ ഒരു ഗറില്ല യുദ്ധമാണ് ഇന്നത്തെ നന്മകൾ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സന്ദേശം, അന്ന് 2002 കിട്ടിയ ഈ സന്ദേശത്തിൻ്റെ വ്യാപ്തി അത് ഇത്ര കഠിനമായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതും ഈ യുഗാന്ത്യവുമായിട്ട് ബന്ധപ്പെട്ട അടയാളങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായൊരു അടയാളം തന്നെയാണ്. അത് ആർക്കും ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ ഇതിൻ്റെ ഗൗരവം, ഈ ഒരു തിന്മയുടെ തന്ത്രത്തിൻ്റെ ഒരു ഗൗരവം അല്ലെങ്കിൽ വ്യാപ്തി എന്താണെന്ന് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്.